അപ്പോൾ നമ്മുടെ 11th ക്വസ്റ്റ്യൻ എന്താണ്? സ്കിൻ ഇസ് കൺസിഡേർഡ് ആസ് ദ സേഫ്റ്റി ഷീൽഡ് ഓഫ് ദ ബോഡി. വൈ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ വൈ എന്നാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം സ്കിന്നാണ് നമ്മുടെ സേഫ്റ്റി ഷീൽഡ് അല്ലേ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ്? ഒന്നാമത് നമ്മുടെ സ്കിൻ, നമ്മുടെ ബോഡി ത്രൂ ഔട്ട് കവേർഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? സ്കിൻ ഇസ് കവേർഡ് ത്രൂ ഔട്ട് ആ ബോഡി. പിന്നെ സെക്കൻഡ് എന്താണ്? നമ്മുടെ സ്കിന്നിലുള്ള എപ്പിഡാമസിലുള്ള പ്രോട്ടീൻ, ഈ ഒരു കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ നിങ്ങൾ ഇവിടെ എന്തായാലും മെൻഷൻ ചെയ്യണം. ഈ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉള്ളതുകൊണ്ടാണ് ഈ പാത്തജൻസിനൊന്നും സ്കിന്നിലൂടെ പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് അവിടെ വരുന്നത് കെരാറ്റിൻ ആണ്. പിന്നെ നമുക്ക് എന്തൊക്കെയാണുള്ളത്? ഒന്ന് നമ്മളുടെ സ്വെറ്റ് ഗ്ലാൻഡും സെബേഷ്യസ് ഗ്ലാൻഡും നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. സ്വെറ്റ് ഗ്ലാൻഡും സെബേഷ്യസ് ഗ്ലാൻഡ്. അപ്പം ഈ സ്വെറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വെറ്റിന് എന്തുണ്ട്? ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് നമ്മുടെ സ്കിൻ എന്താക്കും? ഓയിലി ആക്കും. അങ്ങനെ പാത്തജൻസിനൊന്നും അവിടെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് നമ്മുടെ ബോഡി ത്രൂ ഔട്ട് സ്കിൻ കവേർഡ് ആണെന്നുള്ള പോയിന്റ്. പിന്നെ ഈ 3 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ 2 മാർക്ക് ഈസിയായി സ്കോർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ കുറേ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ചില ഭാഗങ്ങൾ അണ്ടർലൈൻഡ് ആണ്. ഇതിൽ ഏത് അണ്ടർലൈൻ പോർഷൻ ആണ് തെറ്റുള്ളത് എന്നാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? സബ്സ്റ്റൻസസ് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ് ബട്ട് ഷുഡ് ഡിസോൾവ് ഇൻ മ്യൂക്കസ് ടു സ്റ്റിമുലേറ്റ് ദ കീമോറിസെപ്റ്റർ. ഈ ഒരു സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടുണ്ടാവും ഈ ഒരു സെന്റൻസിലാണ് തെറ്റുള്ളതെന്നല്ലേ. കാരണം എന്താണ്? നമ്മൾ ഓരോ സ്റ്റേജസ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞതാണ്. അത് കൂടാതെ നമ്മളുടെ വായയുടെ ഉള്ളിൽ മ്യൂക്കസിന്റെ കവറിങ് ഇല്ലാതെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? മ്യൂക്കസിലല്ല, ഇതാണ് തെറ്റുള്ള പാർട്ട്. മ്യൂക്കസിലല്ല ഡിസോൾവ് ആവേണ്ടത്. എവിടെയാണ്? സെലൈവയിലാണ് അല്ലേ. നമ്മളൊരു സബ്സ്റ്റൻസ് വായിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സെലൈവയിലാണ് ഡിസോൾവ് ആവേണ്ടത്. അപ്പൊ എവിടെയാണ് തെറ്റുള്ളത്? സെലൈവ. അപ്പൊ ഈ ഒരു ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് വായിച്ച് നിങ്ങൾ സമയം കളയണ്ട. നിങ്ങൾക്ക് വായിക്കണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്നുകൂടി വായിക്കുക. പക്ഷേ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റെന്ന് പഠിച്ച എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടത് എല്ലാവർക്കും ഉറപ്പായിരിക്കും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the role of mRNA and tRNA in protein synthesis? നമ്മൾ ഇന്നലെ കൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രോട്ടീൻ സിന്തസിസ്. അതിൽ mRNAയുടെ റോൾ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് mRNAയുടെ റോള്? mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA ആണല്ലേ. ആ പേരിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കുറേ പേര് ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിരുന്നു. എന്താണ് മെസ്സഞ്ചർ RNA? നമ്മളുടെ DNA-യിൽ നിന്നുള്ള മെസ്സേജസ് കോപ്പി ചെയ്തെടുക്കുന്ന ആളാണ് ആര്? നമ്മുടെ mRNA അല്ലേ. DNA ന്യൂക്ലിയസിൽ വെച്ചിട്ട് DNA-യിലുള്ള ജനറ്റിക് മെസ്സേജസ് ആരിലേക്ക് കോപ്പി ചെയ്യുന്നു? RNA-യിലേക്ക് കോപ്പി ചെയ്യുന്നു. ദാറ്റ് ഈസ് മെസ്സഞ്ചർ RNA. എന്നിട്ട് ഈ മെസ്സഞ്ചർ RNA എവിടെ എത്തുന്നു? നമ്മുടെ റൈബോസോമിൽ എത്തിയിട്ട് പ്രോട്ടീൻ സിന്തസിസ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ മെസ്സഞ്ചർ RNA-യുടെ റോൾ എന്താണെന്ന് വെച്ചാൽ ഈ കോപ്പീസ് ദ ജനറ്റിക് ഇൻഫർമേഷൻസ് ഇൻ ദ DNA ആൻഡ് ക്യാരി ഇറ്റ് ടു ദ റൈബോസോം. അതാണ് അത് എഴുതുന്നത്. പിന്നെ നമ്മുടെ tRNA എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ RNA ആണ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. അഗെയിൻ ആൻസർ ഉണ്ട്. ട്രാൻസ്ഫർ ചെയ്യാണ്. എന്തോ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാണ്. എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അമിനോ ആസിഡ്സിനെയാണ്. നമുക്ക് പ്രോട്ടീൻ സിന്തസിസിന്റെ പ്രോട്ടീൻ മോളിക്യൂളിന്റെ ബേസിക് യൂണിറ്റ്സ് എന്താണ്? അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ അമിനോ ആസിഡ്സ് ഈ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ റോളാണ് നമ്മുടെ tRNA-ക്ക് ഉള്ളത്. അപ്പോൾ tRNA-യുടെ റോൾ എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫർ അമിനോ ആസിഡ്സ് ടു ദ റൈബോസം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്താണ്. എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടോ? നമ്മൾ 3 അസുഖങ്ങൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ 3 അസുഖങ്ങൾ വെച്ചിട്ട് നെർവസ് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള 3 അസുഖങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്താണ് അല്ലേ. അപ്പോൾ ലൈവ് ക്ലാസ് കണ്ടവർക്ക് എല്ലാവർക്കും ഈ ഒരു ടേബിൾ കണ്ടപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കോസ് തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമൈൻ ഇൻ ദ ബ്രെയിൻ ഗെറ്റ്സ് റെഡ്യൂസ്. ഡോപ്പമൈൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴുണ്ടാവുന്ന അസുഖം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് അസുഖമാണ്? പാർക്കിൻസൺസ് ഡിസീസ് ആണ് അല്ലേ. പാർക്കിൻസൺസ് ഡിസീസ്. നമ്മളുടെ ലൈവ് കണ്ട എല്ലാവരും ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഇതിന്റെ ഒരു സിംറ്റം ആണ് എഴുതാൻ പറഞ്ഞത്. നമ്മൾ 3-4 സിംറ്റംസ് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഒറ്റ സിംറ്റം നിങ്ങൾ എഴുതിയത് ഏതാണ്? ലോസ് ഓഫ് ബോഡി ബാലൻസ് ആണല്ലേ. ലോസ് ഓഫ് ബോഡി ബാലൻസ്. അത് കിട്ടാത്തവർക്ക് ബോഡി ഷിവറിംഗ് എന്നൊക്കെ എഴുതിയാലൊക്കെ കറക്റ്റ് ആണ്. അപ്പോൾ ലോസ് ഓഫ് ബോഡി ബാലൻസ് ആണ് ഏറ്റവും നമ്മൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സിംറ്റം. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് മെമ്മറി ആൻഡ് ഇനബിലിറ്റി ടു ഡു റുട്ടീൻ വർക്ക്സ്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് ഈ ഒരു അസുഖമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്? മെമ്മറി ലോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയതാണ് മറവി രോഗമാണല്ലേ. മറവി രോഗത്തിന് നമ്മൾ എന്താ പറയാ? അൽഷൈമേഴ്സ് ഡിസീസ് ആണ്. അപ്പോൾ അസുഖം ഏതാണ്? അൽഷൈമേഴ്സ് ഡിസീസ്. ഇതിന്റെ കോസ് ഇന്നലെ എല്ലാവരും കമന്റ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഇതിന്റെ കാരണം? എന്താണ്? നമ്മളൊരു ഇൻസോളിബിൾ പ്രോട്ടീൻ നമ്മുടെ ബ്രെയിനിൽ എന്താവണം? അക്യുമുലേറ്റ് ചെയ്യണം. അപ്പോൾ അക്യുമുലേഷൻ ഓഫ് ഇൻസോളിബിൾ പ്രോട്ടീൻ ഇൻ ദി ബ്രെയിൻ.
അങ്ങനെ ബ്രെയിൻ ടിഷ്യൂസ് ഡാമേജ്ഡ് ആവുന്നതാണ് നമ്മുടെ അൽഷൈമേഴ്സ് ഡിസീസിന് കാരണം. ഇപ്പൊ ഇവിടെ 4 ഫില്ല് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. നമ്മുടെ ലൈവ് കണ്ട